ചില ബ്ലൗസുകളെ കഷ്ടി ഉണ്ടാവുള്ളൂ കേട്ടോ തുണി ഇത്തിരി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക നട്ടെന്ന് കാണിക്കണത്. ഇത് കയ്യാണ്. കയ്യിന് നമ്മൾ നിങ്ങൾക്ക് പഠിക്കുന്ന ആളുകൾക്കാവുമ്പോഴേ ഇങ്ങനെ കുറച്ച് മീതേക്ക് കയറ്റി വെട്ടുക. അതേപോലെ വണ്ണത്തിൻ്റെ അവിടെ നമ്മൾ കുറച്ചും കൂടെ വീതിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ അവിടെ കക്ഷത്തിലൊക്കെ തുണി കുറവാണ്, ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇനി നമ്മളേ ഈ ബാക്കൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലൈനിങ് ബ്ലൗസ് ടച്ച് ചെയ്യുമ്പോഴേ അത് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ കഴുത്തുണ്ടല്ലോ, ഈ കഴുത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ കഴുത്തിനെ നമ്മൾ അകലം കൂടിക്കഴിഞ്ഞാൽ, അതായത് വൈഡ് കൂടിക്കഴിഞ്ഞാൽ കഴുത്ത് മലച്ചു പോകും. അപ്പോൾ ആ ബ്ലൗസിന് അതാണ് കേട്ടോ ബ്ലൗസിൻ്റെ മെയിൻ പ്രശ്നം. അതാണ് നമ്മൾ ഏത് ആളുകൾക്കും നമുക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ ഇത് ചെറിയൊരു അത്രയും മെലിഞ്ഞൊരാളുടെ കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് വൈഡാണ് ഞാനത് എടുക്കാറുള്ളൂ. അവർക്ക് എങ്ങനെ ഇട്ട് കൊടുത്താലും അവർക്കതിങ്ങനെ കൂടി പോകുന്ന പറയുക. അപ്പോൾ നമ്മളിത് ആ കറക്റ്റിൽ അവിടെ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്താൽ അവിടുന്ന് വേണം കേട്ടോ ഈ മോൾ ഭാഗത്തുനിന്ന് അടയാളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഇതൊക്കെ ഇല്ലേ, ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ അങ്ങനെ ഇറങ്ങി കട്ട് ചെയ്ത് കൊടുക്കരുത്. കുറച്ച് മേലേക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗം നല്ലോണം ശ്രദ്ധിക്കണം. അവിടെയൊക്കെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ശരിയായിക്കോളും. പക്ഷെ കഴുത്ത് ഇതേപോലെ ഈ തുമ്പിൽ തന്നെ വെച്ച് തയ്ച്ചെടുക്കണേ. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊരു ഇഞ്ചോ അല്ലെങ്കിൽ തുണിയുള്ളതിനനുസരിച്ച് കുറച്ച് വിട്ട് വെച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുക്കുക. അത് ലൈനിങ് ആണ് ഇതാ. അപ്പോൾ നമ്മൾ ഇവിടെ ഇല്ലേ ഈ ഭാഗത്ത് കറക്റ്റ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തല്ലോ, അവിടുന്ന് തന്നെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. അപ്പുറത്തേക്കും ഒന്നും നീങ്ങാൻ പാടില്ലേ, അല്ലെങ്കിൽ അത് മലച്ച് പോകൂട്ടാ. അങ്ങോട്ടും അപ്പുറത്തേക്കും പോകാൻ പാടില്ല. അപ്പോൾ ഈ കൈക്കുഴിയുടെ അവിടെയൊക്കെ ഇല്ലേ, കൈക്കുഴിയുടെ അവിടെ ഒന്നും ഇങ്ങനെ ഇറക്കി കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇറക്കി കൊടുക്കരുതേ. കുറേ മീതയ്ക്ക് കയറ്റി കൊടുക്കാനും പറ്റില്ല. ഇതേപോലെ എന്നിട്ട് നമ്മളവിടെ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. നമ്മളതിങ്ങനെ വെച്ച് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മിനുസപ്പെടുത്തുമ്പോൾ തന്നെ അത് ശരിക്കും ശരിയായ പോർഷനിൽ അവിടെ ഇരുന്നോളൂ കേട്ടോ. എന്നിട്ട് കൈക്കുഴിയുടെ അവിടെയൊക്കെ ഇത് വരും ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് വലിയ വിഷയം വരില്ല. ഈ കഴുത്തുമ്പോൾ മാത്രമാണ് വിഷയങ്ങൾ വരിക. അതേപോലെ തന്നെ ഇനി ഫ്രണ്ടിലും നമ്മൾ ചെയ്യട്ടെ. അത് കണ്ട തുണി കുറച്ചൊക്കെ ആകുമ്പോഴേ അവർക്ക് വിത്ത് ബ്ലൗസാണ്. അതെന്താ കുറച്ച് വരാൻ കാരണം എന്ന് വെച്ചാൽ കണ്ടില്ലേ, അവിടെ ഒരു വീതിയുള്ള പട്ടയാണ് വരുന്നത്. ഒരു വശത്ത് ചെറിയ പട്ടയാണ്. അപ്പോൾ അവർക്ക് കയ്യിന് അത് മതി എന്നാണ് പറഞ്ഞതേ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ തുണി ഇല്ലാതാകുമ്പോൾ അങ്ങനെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് നമുക്ക് എവിടെ നിന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. ആദ്യം നമ്മൾ കൈയാണ് കട്ട് ചെയ്യുക, പിന്നീട് നമ്മൾ ബാക്ക്, എന്നതിന് ശേഷം ഫ്രണ്ടിന് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് പീസായിട്ട് വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് എവിടെ നിന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയണത്. അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഈ പട്ടയുടെ ഭാഗമാവും നമ്മളെ ഈ ഫ്രണ്ടിൽ വരിക. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും കേട്ടോ. കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് ഇങ്ങനെ വെക്കുമ്പോഴാണെങ്കിലോ അടിഭാഗത്തായിട്ടാണ് ഇത് വരിക. അത് ആ നെക്ക് കണ്ടില്ലേ, അത് അവിടെ തന്നെ നമ്മൾ അടയാളം ഇട്ട് കൊടുത്താൽ ബാക്കിലെ പോലെ ചെയ്ത് കൊടുക്കണേ. പട്ട കണ്ട നല്ല ഒരു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യാന്നുള്ളൊരു ഇതിലായിട്ടത് ബ്ലൗസാക്കി കൊടുക്കണം നമ്മൾ. അതാണ് നമ്മളെ മിടുക്ക്. അപ്പം ഞാനിപ്പോൾ ഇത് എങ്ങനെ ചെയ്തെടുക്കുക എന്നാണ് ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണത്. പിന്നെ കക്ഷത്തിൻ്റെ അവിടെയൊക്കെ ഒരു പീസൊക്കെ വരും, ഇങ്ങനെയൊക്കെ വരുമ്പോഴേ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ച് നോക്കിയപ്പോൾ എനിക്കതൊരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടാ. അതെന്താ ആ സൈഡിലല്ലേ ആ പീസ് വരിക, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും ശ്രദ്ധിക്കണേ. ഇതാ 2 ഇഞ്ച്, 2 ഇഞ്ചിൽ അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. വളയാതെ തിരിയാതെ കഴുത്തൊക്കെ നേരെ വെക്കണം. കുറച്ച് മേലേക്ക് കയറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ മോൾ ഭാഗത്ത് നിന്ന് വെച്ച് തുടങ്ങുമ്പോൾ അത് കറക്റ്റിൽ വരുവേ. അപ്പം മറ്റേ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ചുളിവ് വരാത്ത രീതിയിലാണ് തയ്ച്ചെടുത്താൽ മതി. ഇതിതാ നമ്മൾ ബാക്ക് ചെയ്ത പോലെ തന്നെ ഇത് കുറച്ച് മേലേക്ക്, ഒരുപാട് മേലേക്ക് ആവാനും പാടില്ല, താഴത്തേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ കൈക്കുഴി കൂടൂട്ടാ. അപ്പോൾ അത് കക്ഷം അങ്ങനെ പൊള്ളച്ച് കിടക്കും, അങ്ങോട്ട് പോകാൻ പാടില്ല. അത് അങ്ങനെ മേലേക്കും പോകാൻ പാടില്ല, അപ്പോൾ അവിടെ ചുളിവ് വരുന്നത് കാണാനില്ലേ. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നല്ല തുണിയാകുമ്പോൾ തന്നെ നമുക്ക് അത് ശരിയായ പോഷനിൽ തന്നെ ഇരിക്കും ചെയ്യും. നിങ്ങൾ പിടിച്ച് വലിക്കാഞ്ഞാൽ മതി. അതവിടെ അങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളെ കൈ കൊണ്ട് തന്നെ, അപ്പം നമ്മൾ പ്രാക്ടീസുള്ള ആളുകളാകുമ്പോൾ കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങോട്ട് മിനുസപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ലൈനിങ് പീസും മറ്റേതും അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് ആ സൈഡൊക്കെ അവിടെ കട്ട് ചെയ്ത് പോകുമല്ലോ, സ്റ്റിച്ച് ചെയ്ത് പോണ ഭാഗമല്ലേ. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതേ പടി വെച്ചിട്ട് ഈ നെക്ക് മാത്രം ശരിയാക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടേക്കും പോവില്ല കേട്ടോ കൈക്കുഴി. നല്ലൊന്ന് ഞങ്ങളാകുമ്പോൾ അതൊന്ന് അമർത്തി വെച്ച് കൊടുത്താൽ തന്നെ അത് ശരിയാവും. ഇനി എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. അത് രണ്ട് പീസും പിന്നെ വെട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫ്രണ്ട് പീസ് ആകുമ്പോൾ രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ മടക്കിയിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തല നമ്മളെ അകമ്പുറം തിരിഞ്ഞ് പോവേ. ഇതിപ്പോൾ ഒരേ മടക്കിലിട്ട കാരണം അതിനൊരു വിഷയമില്ല. ഇനിയിപ്പോൾ നമുക്ക് കട്ടിങ് ആണ് ഇനി വേണ്ടത്. കട്ടിങ് എവിടെ നിന്നും എടുക്കാനൊരു മാർഗ്ഗമില്ല. അപ്പം നമ്മളത് ചെയ്തെടുക്കുക തന്നെ വേണം. ആകെയുള്ള പീസാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത്. ഈ ഭാഗം വെക്കാനും പറ്റില്ല, അതിങ്ങനെ ഒരു സുഖമില്ലാത്ത പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. ഇനിയിപ്പോൾ ഇതേപോലത്തെ 2 പീസ് ഉണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 പീസ് ഒരേപോലെ വെക്കാൻ നോക്കണം കേട്ടോ. കട്ടിങ് വരുന്നുണ്ടില്ലേ, അത്രയും ഭാഗത്ത് നമ്മൾ പീസ് വെക്കേണ്ടി വരും. അപ്പോൾ ഈ 2 പീസും കൂടെ ഒരേപോലെ വെക്കുക. ഒരേപോലെ എന്ന് വെച്ചാൽ നല്ല വശമാണെങ്കിൽ നല്ല വേണ്ട, അത് ചീത്ത വശം, ഇതും ചീത്ത വശം, 2 ഭാഗം ഉൾവശം. അല്ലെങ്കിൽ മറ്റേത് മറിച്ച് വെക്കുകയാണെങ്കിൽ 2 ഭാഗം ചീത്ത വശം. അങ്ങനെ വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അകമ്പുറം വരുവേ. അങ്ങനെ വെക്കുക. എന്നിട്ട് അത്രയും ഭാഗം നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണോ, പീസ് വെക്കണം. പീസ് എവിടെയാണാവോ, ഇതിൽ നിന്ന് നമ്മൾ എടുക്കണം കേട്ടോ ഈ പീസൊക്കെ. പിന്നെ കഴുത്തിനും പട്ടയ്ക്കൊക്കെ ഉള്ളത് നമ്മൾ ഈ നല്ല ലൈനിങ് ആണേ, അപ്പോൾ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ കട്ടിങ്ങിൻ്റെ ബാക്കി വരുന്ന ഭാഗവും നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുമേ. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആകെ ഇത്തിരി പീസേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതിനൊന്നും നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം തുണി തികയാണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാറ്. അയ്യോ തുണി തികഞ്ഞില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എന്തായാലും നല്ലൊരു അടിപൊളി ബ്ലൗസാവും. ഞാൻ ബ്ലൗസ് തയ്ച്ചതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റണില്ല. കണ്ട, ഇനിയിപ്പോൾ അതവിടെ പീസ് കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുത്താൽ മതി. തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി കട്ടിങ്ങായി. ഇനിയിപ്പോൾ ഒരു കട്ടിങ് കൂടിയല്ലേ വേണ്ടുള്ളൂ, അത് നമ്മൾ സാധാ പീസിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ അതിന് പീസ്. ഇനി കയ്യിന് വെക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ബാക്കിയുള്ള പീസുകൾക്കൊക്കെ എടുക്കാനേ പറ്റുള്ളൂ, അല്ലാതെ പീസില്ല. വിഷയം എന്താണെന്ന് വെച്ചാൽ വലിയ പട്ട വന്നല്ലോ, അത് കാരണം കൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ തികയേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ കക്ഷ ഉണ്ടല്ലോ കയ്യിൻ്റെ, അതുമേലേക്കില്ല, ബാക്കിയുള്ള ഭാഗമൊക്കെ കറക്റ്റാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് കിട്ടിയ പീസാണ്, ഇത് മാത്രമേ ഉള്ളൂ ഇനി ബാക്കി. നമ്മൾ 4 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് കട്ട് അങ്ങനെ തുമ്പ് വെട്ടി കളയാത്തതാണ് കേട്ടോ. ഞാനത് അടിക്കുമ്പോൾ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പുറത്തും വെച്ച് കൊടുക്കുക. അപ്പോൾ അകമ്പുറം അറിയാത്ത രീതിയിൽ ചെയ്ത് കൊടുത്താൽ ആ ഒരു ഭാഗം മാത്രമേ കേട്ടോ അവിടെ പീസിന് കുറവുള്ളൂ. ബാക്കിയൊക്കെ കറക്റ്റാണ്. നമ്മളെ കയ്യിൻ്റെ അടിഭാഗത്തൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടേ നമ്മളൊന്ന് നല്ലോണം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ, പൊള്ളപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാനും പറ്റും. ഞങ്ങളാകുമ്പോൾ അയൺ ചെയ്യണമെന്നൊന്നുമില്ല, ഞങ്ങൾ പ്രാക്ടീസ് ഉള്ള കാരണം കൊണ്ട് അറിയാതെ പഠിക്കുന്ന ആളുകൾക്ക് ആകുമ്പോഴേ അതിനൊരു ടെൻഷൻ്റെ ആവശ്യമില്ലേ. അതൊന്നും ഇപ്പോൾ ഒരു ബ്ലൗസിനൊരു വിഷയമല്ല കേട്ടോ.